വി ഡി സതീശൻ ഒരു 63 സീറ്റിൻ്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ഓടി നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ 63 സീറ്റിൻ്റെ കാര്യം പറഞ്ഞ് കയ്യടി നേടാനുള്ള KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ വി ഡി സതീശൻ്റെ നാടകീയമായ നീക്കം AP അനിൽകുമാർ ഇടപെട്ട് മുളയിലെ നുള്ളിക്കളഞ്ഞു. ഉപസംഹാര പ്രസംഗത്തിന് വേണ്ടിയാണ് വി ഡി സതീശൻ എണീറ്റത്. വി ഡി സതീശൻ എണീറ്റ ഉടനെ പറഞ്ഞു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്, പക്ഷേ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം മറന്നുകൂടാ. 2026 നമുക്ക് മേൽക്കൈയുള്ള 21 സീറ്റുകളിൽ പ്രവർത്തനം ശക്തമാക്കണം. അതുപോലെ തന്നെ മറ്റ് 42 സീറ്റുകൾ കൂടി നമ്മൾ കണ്ടെത്തണം. ജയിക്കുന്ന സീറ്റുകൾ കണ്ടെത്തി അവിടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, അതായത് സാമൂഹികമായ ഇടപെടലൊക്കെ നടത്താനുള്ള പ്രത്യേക ടീമിനെയും അതിന് ചുമതലക്കാരെയുമൊക്കെ നിയമിച്ച് 63 സീറ്റുകളിൽ പ്രവർത്തനം ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോഴാണ് AP അനിൽകുമാർ പറഞ്ഞു, ഒരു നിമിഷം നിൽക്കും മിസ്റ്റർ സതീശൻ, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ 63 സീറ്റുകൾ കിട്ടിയത്? നിങ്ങൾക്ക് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗും അതിനുള്ള പ്രത്യേക ടീമും ചുമതലക്കാരെയും ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത്? സതീശന് ആകെ കലി കയറി. ഇത്രയും നല്ലൊരു കാര്യം പറഞ്ഞിട്ട് ഇതാ വരുന്നു എന്നെ തകർക്കാൻ വേണ്ടി AP അനിൽകുമാർ എന്ന് പറഞ്ഞിട്ട് സതീശൻ വിരളി കൊണ്ട് അവിടെ ചടഞ്ഞ് ഇരുന്നു. നേതാക്കൾ നിർബന്ധിച്ചു, നിങ്ങൾ പ്രസംഗം പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞിട്ടും സതീശൻ പിന്നെ കമ എന്നൊരു അക്ഷരം വേണ്ടിയില്ല. സതീശന് AP അനിൽകുമാർ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണ്, ഈ 63 സീറ്റ് ഇന്ന് മനോരമയുടെ കുഞ്ചുകുറുപ്പ് കാർട്ടൂൺ കോളത്തിൽ വരെ വി ഡി സതീശൻ്റെ ഈ 63 സീറ്റിനെ കളിയാക്കിയിട്ടുണ്ട്. വി ഡി സതീശൻ എവിടെ നിന്നാണ് ഈ 63 സീറ്റിൻ്റെ കണക്ക് കണ്ടുപിടിച്ചത്? എവിടെ നിന്നാണ് ഈ പ്രത്യേക ടീമും സോഷ്യൽ എഞ്ചിനീയറിംഗും ചുമതലക്കാരെയൊക്കെ കണ്ടെത്തിയതെന്ന് കോൺഗ്രസിലെ മറ്റാർക്കും അറിയില്ല. അത് നേതാക്കളോട് കൂടിയാലോചിച്ച് ഒരുമിച്ചാണ് തീരുമാനമെടുക്കേണ്ടതെന്ന AP അനിൽകുമാറിൻ്റെ അഭിപ്രായത്തോടാണ് ഭൂരിപക്ഷം നേതാക്കളും യോജിച്ചത്. പല നേതാക്കളും സതീശനോട് പ്രസംഗം പൂർത്തിയാക്കാൻ പറഞ്ഞെങ്കിലും സതീശൻ പിന്നെ ഇളിഭ്യനായി അവിടെ ഇരുന്നതേ ഉള്ളൂ. ചുരുക്കത്തിൽ സതീശന് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വമ്പൻ തിരിച്ചടിയും നാണക്കേടുമാണ് നേരിട്ടത്. എന്നാൽ AICCയിൽ നിന്ന് കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും തലസ്ഥാനത്ത് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അവർ പറഞ്ഞു, പാർട്ടിയിൽ ഐക്യം വേണം, ഐക്യമില്ലെങ്കിൽ ഞാൻ ഈ പണി മതിയാക്കി പോകുമെന്ന് ദീപാദാസ് മുൻഷി യോഗത്തിൽ പറഞ്ഞുവെങ്കിലും പാർട്ടിയിൽ ഐക്യമുണ്ടെന്ന് തെളിയിക്കാൻ ഒരു സംയുക്ത വാർത്താ സമ്മേളനം നിങ്ങൾ നടത്തണം. എന്നാൽ മാത്രമേ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ, കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ചാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് സുധാകരനും, അതായത് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ചേർന്ന് വാർത്താ സമ്മേളനം വിളിച്ച് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് മാധ്യമങ്ങളോട് പറയണം, മാധ്യമങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കും എന്ന് ദീപാദാസ് മുൻഷി നേതാക്കളോട് ആവശ്യപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച ഞായറാഴ്ചയായിരുന്നു രാഷ്ട്രീയകാര്യ സമിതി എന്ന് നമുക്കറിയാമല്ലോ. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പത്രസമ്മേളനം നടത്താനാണ് ദീപാദാസ് മുൻഷി നേതാക്കളോട് അഭ്യർത്ഥിച്ചിരുന്നത്, നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ 11 മണിക്ക് നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് വാർത്താ സമ്മേളനം നടത്താമെന്ന് സതീശനും ഒരു ധാരണയുണ്ടായിരുന്നു. എന്നാൽ പൊടുന്നതിനെ സതീശൻ പ്ലേറ്റ് മാറ്റി. സുധാകരനൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ സതീശനെത്തി. അതുമാത്രമല്ല, സുധാകരനും ദീപാദാസ് മുൻഷിയും ഉച്ചവരെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ട് സതീശൻ ആ ഭാഗത്തേക്ക് പോയില്ല. അതും നേതാക്കൾ തമ്മിലുള്ള പരസ്പരമുള്ള വൈര്യത്തെ തുറന്ന് കാണിക്കുന്ന ഒരു സംഭവമായി ചൂണ്ടിക്കാട്ടുന്നു. വി ഡി സതീശൻ പറയുന്നത് KSUക്കാർക്ക് പോലും കേരളത്തിൽ കോൺഗ്രസ്സുകാർ ജയിക്കുന്ന മണ്ഡലങ്ങളെക്കുറിച്ച് അറിയാം, പിന്നീട് മറ്റ് നേതാക്കൾക്ക് എന്തുകൊണ്ട് അറിഞ്ഞൂടാ എന്നൊരു വാദമൊക്കെ നിരത്തി പ്രതിരോധത്തിന് ശ്രമിച്ചിരുന്നു ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ. എന്നാൽ അതും മുളയിലെ നുള്ളി. ഒരു കൂടിയാലോചനകളില്ലാതെ, മതിയായ കൂടിയാലോചനകളില്ലാതെ ഏകാധിപത്യ മനോഭാവത്തോടുകൂടി എടുത്തുചാട്ടക്കാരനായി, പക്വതയില്ലാത്ത, നാക്കിന് ലൈസൻസ് ഇല്ലാത്ത നേതാവായി പ്രതിപക്ഷ നേതാവ് അധപ്പതിക്കുന്നുവെന്ന കാര്യമായ വിമർശനമാണ് ഈ യോഗത്തിൽ, രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലുണ്ടായത്. അത് സംഘടനയെ വി ഡി സതീശൻ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന തരത്തിലേക്ക് വരെ ശൂരനാട് രാജശേഖരൻ്റെയൊക്കെ ആരോപണം ഉയർന്നു. സംഘടനയെ ഹൈജാക്ക് ചെയ്ത് വി ഡി സതീശൻ കൊണ്ടുപോകുന്നു, യുവ MLA-മാരെയും യുവ നേതാക്കളെയൊക്കെ കൂട്ടുപിടിച്ച് സംഘടനയെ ഹൈജാക്ക് ചെയ്യുകയാണ്. ഒരു കൂടിയാലോചനകളോ യാതൊന്നിനും വി ഡി സതീശൻ തയ്യാറാകുന്നില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനും അശരണരുമായ സർക്കാരിൽ നിന്ന് നീതി ലഭിക്കാതെ പോകുന്ന ആളുകളുടെ അഭയകേന്ദ്രമായി മാറേണ്ടതാണ്. പക്ഷേ വി ഡി സതീശൻ്റെ ക്യാമ്പ് ഓഫീസ് അങ്ങനെയല്ല, കണ്ടോൺമെൻറ്റ് ഹൗസും അങ്ങനെയല്ല. അവിടെ ജാടയും പോരും പിടിച്ച വി ഡി സതീശൻ, ഏകാധിപത്യ മനോഭാവത്തോടു കൂടി പെരുമാറുന്ന വി ഡി സതീശൻ മാത്രമേ ഉള്ളൂ. ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല, ജനങ്ങളെ സഹായിക്കുന്നില്ല എന്ന തരത്തിൽ വരെ നേതാക്കൾ വി ഡി സതീശനെതിരെ ആഞ്ഞടിച്ചു രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ. ചുരുക്കം പറഞ്ഞാൽ, എറിയാൻ വന്ന ആൾ എറികൊണ്ട് ഓടി എന്ന് പറയുന്നത് പോലെയാകും വി ഡി സതീശൻ്റെ കാര്യം.